എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രി വന്ന് എന്നോട് പറഞ്ഞു, പൗലോസേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്റെ കൂടെയുള്ളവരെ എല്ലാം ഞാൻ നിനക്ക് ദാനം നൽകിയിരിക്കുന്നു. തൻ്റെ കൂട്ടത്തിലുള്ള 275 പേരും അവർ തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് അസാമാന്യ ധൈര്യത്തോടെ ഒരു ഭക്തൻ വിളിച്ചു പറയുകയാണ്, ഈ കപ്പൽ ഉടഞ്ഞു പോയാലും ഈ കപ്പലിലുള്ള ഒരു വ്യക്തിയുടെ തലമുടി പോലും ആമേൻ പൊഴിഞ്ഞു പോവുകയില്ല. നിങ്ങളിലുള്ളവർ എല്ലാം രക്ഷപ്പെടാൻ ദൈവം വഴിയൊരുക്കും. അതാണ് ദൈവത്തിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. 27-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചാലും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ധൈര്യത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഈ ദിവസങ്ങളിലായിരിക്കുക. പൗലോസിനെയും തൻ്റെ കൂടെ യാത്ര ചെയ്ത ആ 275 പേരെയും ആ ലക്ഷ്യസ്ഥാനത്ത്, ആ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നതുവരെ ദൈവം അവരെ സംരക്ഷിച്ച് പരിപാലിച്ചെങ്കിൽ വിശ്വാസത്തോടെ ആയിരിക്കുക. നമ്മുടെ കപ്പൽ, നമ്മുടെ ജീവിത നൗക ഉടഞ്ഞു പോകുമെന്ന് പലർ പറഞ്ഞാലും ധൈര്യത്തോടെ ഇരിക്കുക. ഉടഞ്ഞാലും നമ്മെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നതുവരെ നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക.